ഹലോ കൂട്ടുകാരെ, ഓടി വാ, നമുക്ക് മുട്ടയും അപ്പവും കൂടി കഴിക്കാം. മുട്ടക്കറിയും അപ്പവുമാണ് ഇന്നത്തെ രാവിലത്തെ കാപ്പി. നമുക്ക് കാപ്പി കുടിച്ചതിന് ശേഷം നമുക്ക് കുറേ സംസാരിക്കാനുണ്ട്, അതൊക്കെ സംസാരിക്കുക. അങ്ങനെ ഞാൻ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു, അടുത്ത് മുട്ടക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഒന്ന് കാപ്പി കുടിച്ച് കളയാം. മുട്ടക്കറിയുടെ മുട്ടയൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതൊക്കെ അവർക്ക് കൊടുത്തു. എനിക്ക് വേണ്ട, മുട്ട കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് മുട്ടക്കറി ഇല്ലാതെ കറി മാത്രം വെച്ച് ഞാൻ കാപ്പി കുടിക്കുകയാണ്. എല്ലാവരും നിങ്ങളെല്ലാവരും കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ കാപ്പി കുടിച്ച് എല്ലാവരും ഫ്രഷായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ചു. അത് കഴിഞ്ഞ് 2-4 മീൻ, നല്ല ഒരെണ്ണം മീൻ കിട്ടി കേട്ടോ. ഇതിന് എന്തോ ഒരു പേര് ആ കടയിൽക്കാരൻ പറഞ്ഞു. പണ്ട് അമ്മയൊക്കെ വാങ്ങണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫ്രൈ ചെയ്യാനായിട്ട് സൂപ്പർ മീനായിരുന്നു. നല്ല ചതക്കട്ടിയാണ്, അടിയിൽ ചെറിയ മുള്ള് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടി മുള്ളിയൊക്കെ അരിഞ്ഞതാണ്. മുള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, തക്കാളി എല്ലാം ചെറുതായി അരിഞ്ഞ്, അതിൽ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് മുട്ടക്കറി വെച്ചു. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളെന്നും നീളത്തിലും കുറുകയൊക്കെ മുറിക്കണം. ഇത് തോരൻ അരിയുമ്പോൾ ഞാൻ അരിഞ്ഞു. അങ്ങനെ അരിഞ്ഞിട്ട് മുട്ടക്കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല കൊഴുപ്പുണ്ടായിരുന്നു കറിക്ക്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നത്തെയും പോലെ തന്നെ ഇന്ന് എനിക്ക് കുറേ ചക്കയുണ്ട്, എൻ്റെ അമ്മ കൊണ്ടിറക്കി തന്നതാണ്. ഇന്ന് ചക്കക്കാലം കഴിയണവരെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എൻ്റെ വീട്ടിൽ ചക്ക ഉണ്ടായിരിക്കും, അതിനൊരു മാറ്റവുമില്ല. അങ്ങനെ ഞാൻ മീനൊക്കെ ഇറുത്ത് കഴുകി അടുപ്പിലൊക്കെ വെച്ചു. മീൻ ഫ്രൈക്ക് വേണ്ടി ഞാൻ അരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുള്ള കൂട്ട് ശരിയാക്കുകയാണ്. മുളക് പൊടിയല്ല, കുരുമുളകും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ അരച്ച് റെഡിയാക്കി എടുക്കുകയാണ് ഇതിൽ പുരട്ടാൻ വേണ്ടി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുജോലികളെല്ലാം തകർത്തായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടല്ലോ. മീൻ നല്ല സൂപ്പർ മീനാണ്. ഈ മീനിനെ ആ കടയിൽക്കാരൻ എൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞു. എൻ്റെ അമ്മ വാങ്ങണതാണ്, അമ്മ വാങ്ങിക്കും, അമ്മ വാങ്ങിച്ചല്ലോ, എന്ത് വാങ്ങിക്കാത്തതെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനത് വേളാവ് മീനെന്നാണ് അയാൾ പറഞ്ഞത്. ഇത് പണ്ട് കഴിച്ചിട്ടുണ്ട്, എനിക്ക് അത്ര ഇതായിരുന്നൂടായിരുന്നു, പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന് ഫ്രൈ ചെയ്തപ്പം സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വയലിലൊന്ന് പോകാമെന്ന് കരുതി. കുറേ കാലമായി അങ്ങോട്ടൊക്കെ പോയിട്ട്, അവിടെ വയലുണ്ടോ വരമ്പുണ്ടോ വാഴയുണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി ചുറ്റി അടിച്ച് അതുവഴി വരമ്പ് വഴി വിളവാരം കയറി ഇറങ്ങി ഞാനിതാ പോവുകയാണ് എൻ്റെ അടുത്ത വിളയിലേക്ക്. അവിടെ പോയി കുറച്ച് ഉള്ളിയൊക്കെ പറക്കിയെടുത്ത് അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് വരണത്. വന്നതിന് ശേഷം മുഖമെല്ലാം അങ്ങ് കരുവാളിച്ചിരിപ്പുണ്ട്, അതിനെയൊക്കെ ഒന്ന് ഫ്രഷാക്കി എടുക്കണം. അതിന് കുറേ സീക്രട്ട് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണണം. എല്ലാവർക്കും ലളിതാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സുമോദിന് പ്രത്യേകം സുഖമാണെന്ന് ഞാൻ പ്രത്യേകം വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. സുമോദിന് സുഖമായിട്ട് നിൻ്റെ അയൽവക്കത്തുള്ള നിൻ്റെ ലീല ചേച്ചിക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ വിറകൊക്കെ പറക്കി അപ്പോഴേക്കും ഒരു പുറത്തിച്ചക്ക ഉണങ്ങി അങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. പൈനാപ്പിൾ, അതിനെ ഞാനൊന്ന് ഒടിച്ച് പറക്കിയെടുത്തു. നിറച്ച് നിൽക്കുന്നുണ്ട്, പക്ഷേ അവിടെ ചെന്ന് ഓടിക്കാനുള്ള സമയമൊന്നുമില്ല. മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ താഴെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ വിറക് പറക്കിയെടുത്തുള്ളൂ. അതിനുശേഷം ഞാൻ വാരി കെട്ടിക്കൊണ്ട് സ്ഥലം വിട്ടു. ഇനി 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങാമെന്ന് കരുതി. പിന്നെ ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ മരുമോൾ മാസം തികഞ്ഞിരിക്കുന്ന സമയമായുള്ള പ്രസവത്തിൻ്റെ സമയമായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വീട് ജോലികൾ മാത്രമേ കാണുള്ളൂ, വീഡിയോ ഇടാനുള്ള സമയങ്ങളൊന്നും കാണൂല. എല്ലാവരും ക്ഷമിക്കണം. കുറേ വീഡിയോ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇടും. എന്നാലും ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. താങ്ക്സ്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സാണ്. സുമോദ് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. എന്നാലും എനിക്ക് സുമോദിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ. സുമോദിൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു ചെറിയ സഹോദരൻ, എൻ്റെ കുഞ്ഞനിയന് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അവൻ പറയും അവൻ്റെ അയൽവക്കത്തൊരു ചേച്ചിയുണ്ട് എന്നെ പോലെയാണ്. അതൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ പ്രത്യേക ചക്കയൊക്കെ ഓടിച്ച് അവിടെ നിന്ന് കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അതിനെയൊക്കെ പറക്കി അതിനകത്ത് കയറ്റി ഞാനിതാ പോവുകയാണ്. വന്നിട്ട് ഒരു കൂര അരച്ച് കലക്കി ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? ഞാൻ കണ്ട ഫേസിൽ ഒരുപാട് ഇതൊക്കെ ഇട്ടിട്ട് എൻ്റെ ഫേസിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ഇട്ട് നോക്കണം. അത് ഞാൻ എല്ലാ ദിവസവും ഇടുന്ന ഓരോ ഫേസ് പാക്കിൽ ഇടുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ 2 സൈഡിലുള്ള കറുപ്പിൽ ഏകദേശം ഇളവിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോകൾ കാണുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഞാൻ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വിറക് ഉറക്കലും എല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ച് ഫ്രഷായി വന്ന് നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിലോട്ട്. എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലളിതാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും വരാം. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ടാറ്റാ.